വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ 2 നമ്മളിപ്പോൾ സമയം ഇവിടെ ഇപ്പോൾ 11 o'clock ആവാറായി. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. ഗൈസ്, നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോണത് ഒയ്ക്കഗാരെ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രാവിലെ ആണെങ്കിലും തണുപ്പുണ്ട്, പക്ഷെ ഇന്നലെ രാത്രി ഇല്ല. ഇന്നലത്തെ രാത്രിത്തെ അത്രയും ഇല്ല, പക്ഷെ ഒരു സമാധാനമുള്ള ക്ലൈമറ്റ്. രാത്രി ഭയങ്കര തണുപ്പാണ്. എനിക്കൊന്നും ഒട്ടും പറ്റിയില്ല തണുപ്പ്. ഞങ്ങൾ വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ലഞ്ച് ടൈമായി. അപ്പോൾ നമ്മളിവിടെ റോസ്റ്റഡ് സ്മോൾ പൊട്ടറ്റോസും സ്റ്റീംഡ് റൈസുമാണ് നമ്മളിന്ന് കഴിച്ചത്. ഇനി കഴിക്കുന്നത് അതെ അപ്പം ഇനി ഒരു സാധനവും കൂടി വരാനുണ്ട്. നമുക്കിത് കഴിക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡ്. ഇത് ബ്രഞ്ചാണ്, ലഞ്ചല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ചാണ്. ലഞ്ചിന് ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഇവിടെ ഒരു പൊട്ടറ്റോ ഉണ്ട്, തൊലി കളയില്ലാന്ന് തോന്നുന്നത്. വെയിലത്ത് നിൽക്കുമ്പോൾ മറ്റേ തണുപ്പും ചൂടും കൂടെ മിക്സ് ആയ പോലെ ഒരു ഫീൽ. എന്തോ ഒരു ചെടിയിൽ എന്തൊക്കെയോ സാധനം ഇങ്ങനെ പറന്ന് കളിക്കുന്നു ഇവിടെ. ഇത് ബീഫിന്റെ ഒരു സംഭവമാണ്. നമ്മുടെ മോമോസ് പോലെ ഇരിക്കും. തുറന്നു അതന്നെ സെയിം. അതിന്റെ കൂടെ മുക്കി തിന്നാൻ രണ്ട് സാധനമുണ്ട്, മയോണൈസും ഒരു എരിവുള്ളൊരു സംഭവം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ യാൻടെക്സിൽ എന്താണ് ടാക്സി ബുക്ക് ചെയ്തു. നമ്മളിപ്പോ വണ്ടി ഇപ്പൊ 2 minutes വരും. ഇവിടെ വെയിലത്ത് നല്ല സമാധാനത്തോടെ നിൽക്കാം, പക്ഷെ തണുപ്പത്തൊന്നേനെ എനിക്ക് അപ്പം തണുക്കാൻ തുടങ്ങും. ഇവിടുത്തെ പിള്ളേരെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. എല്ലാത്തിനെയും കണ്ട് ഇങ്ങനെ പിടിച്ച് തിന്നാൻ തോന്നും. അതേപോലെ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 45 minutes ട്രാവൽ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. നമ്മൾ ഒയ്ക്കഗാരയിലെത്തി. ഇത് ഇവിടെ ഓപ്പൺ കേബിൾ കാർ ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ലൈൻ കണ്ടോ, അതാണ് സിപ്പ് ലൈൻ. അത് 18+ ആണ്. എബോവ് 18 ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് കേബിൾ കാറാണ്. നമ്മൾ ഓൾറെഡി കേബിൾ കാറിൽ പോണോണ്ട് ഇവിടെ കേബിൾ കാർ ട്രൈ ചെയ്യാനുള്ള. കേബിൾ കാറാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ആ കേബിൾ കാറിൻ്റെ ഇതിന് പോകാൻ. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കും എന്തൊക്കെയൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് റിസോർട്ടിൽ പോയാൽ ഇവിടെ ഒരു റിസോർട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് എന്താ ഓരോ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉള്ളത്. ഇവിടെ കുത്തനെയുള്ള കയറ്റം. ഇതാണ് റോപ്പ് പാർക്ക്. ഇത് APK കണ്ടിട്ടൊരു ഗസ്റ്റിലാണ് ഞാനെല്ലാം അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കത് ചോദിച്ചപ്പോൾ അതാണ് പറഞ്ഞു. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്താലേ ഇതിൻ്റെ ഉള്ളിൽ അഡ്വഞ്ചേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടോ കുഞ്ഞിപ്പിള്ളേരൊക്കെ ചെയ്യണമൊക്കെ അവിടെ അത് കണ്ടോ. ഞാൻ കയറും. ഇവിടെ വന്ന് നോക്കിയതിന് ശേഷം ടിക്കറ്റ് എടുക്കണം. കാരണം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ നോക്കിയതാണ്. കിഡ്സിനും അഡൾട്ടിനൊക്കെ ആയിട്ട് ഓരോ റേറ്റ് ആണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സാധനം മൂന്നാർ പൈൻ ഫോറസ്റ്റ് അല്ലേ, അതേപോലെ ഉണ്ട് കാണാൻ. ഇങ്ങനെ കുറേ മരങ്ങൾ ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ആക്ടിവിറ്റീസ് ഇല്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതേപോലെ ഉണ്ട്. പക്ഷെ ഇത് പൈനാണോ ഗൈസ്? നമുക്ക് കിട്ടി. നമ്മൾ 2 ടിക്കറ്റ് എടുത്തുള്ളൂ. എനിക്കെന്ന് ഉറയ്ക്കും.
ഫ്രണ്ട്സ്, നമ്മളവിടെ ചെയ്ത അഡ്വെഞ്ചറിൻ്റെ വീഡിയോ ഭയങ്കര ലെങ്ത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ഇല്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. റോപ്പിലെ കൂടെയൊക്കെ നടക്കുമ്പോൾ മറ്റേ ലോഗിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന അതിൽ കൂടെ നടക്കുമ്പോൾ നല്ല ആട്ടമായിരുന്നു. അതിങ്ങനെ അപ്പുറത്തേക്ക് കാല് വെക്കാൻ പറ്റില്ല. സിംഗിൾ ആയിട്ട് റോപ്പ് ഉണ്ടായില്ല. സിംഗിൾ ആയിട്ടുള്ള റോപ്പ് നല്ല എളുപ്പമായിരുന്നു. സിപ്പ് ലൈൻ നല്ല രസമുണ്ടായിരുന്നു. അതിനെ ചെറുതായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വിഷമമുണ്ട്. നിങ്ങൾക്ക് ഇവരെവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? നോക്കൂ, അടിമുടി നോക്കോട്ടോ. സ്നോ വൈറ്റിന് ആപ്പിള് കൊടുത്ത ആളാണ് ഇന്ന് നിൽക്കുന്ന ഈ അമ്മച്ചി. നിങ്ങൾക്ക് ഒരു കുഞ്ഞു ബ്ലാക്ക് സ്പോട്ട് കാണുന്നുണ്ടോ? അതാണ് സിപ്പ് ലൈൻ. എനിക്കാണ് ഞാൻ കണ്ട സ്ഥലത്ത് തന്നെയാണ് അത് നിക്കുന്നതെന്ന് തോന്നുന്നത്. കൊറേ ദൂരമുണ്ട്. മമ്മിക്ക് പോണോ? ഗൈസ്, വെള്ളമാണെന്ന് പറഞ്ഞ് സോഡ കുടിച്ച് പറ്റിക്കപ്പെട്ടിരിക്കണേ ഗൈസ്. ഇവിടുത്തെ വെള്ളത്തിന്റെ ഇവിടെ ട്രെൻഡിങ് ബ്രാൻഡാണെന്ന് തോന്നുന്നത് സമാൽ വാട്ടർ. അതാണ് നമ്മൾ ഇവിടെ കുറെ പോസ്റ്ററൊക്കെ അതിനെ കണ്ടു. ഞാൻ ഇവിടെ വന്നിട്ട് അതിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വെള്ളത്തിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രോബ്ലം ഇസ് ദാറ്റ് വാട്ടറിന് എഴുതിയിട്ടുണ്ട്. വാട്ടറിന് എഴുതിയിട്ട് അത് സോഡയാണ്. വാട്ടറിന് എഴുതിയിട്ട് ഞാൻ തുറന്നപ്പോഴത്തേക്ക് മറ്റേ സോഡ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് സൗണ്ട്. എന്നിട്ട് അത് തുറന്ന് ഞാൻ കുടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും എന്താണ് സോഡയാണെന്ന്. ഇത് കിഡ്സ് പാർക്ക് കേട്ടോ. ഇവിടെ നടക്കണതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ഇപ്പം എന്ത് ചെയ്യാനാണെങ്കിലും എന്റെ മമ്മിക്കാണ്. അമ്മി ഓടലാണ്. അയ്യോ, അമ്മി ഭയങ്കര നാളെ ട്വിൻസാണ്. പ്രശ്നം ഇവിടുത്തെ ആരോ ചോദിച്ചു ഞങ്ങൾ ട്വിൻസാണോന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ ട്വിൻസാണോന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 3 o'clock ആയി. 3 o'clock നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. അപ്പൊ ബർഗറാണ്. സമയം ഫുൾ കുറച്ചേരം നീണ്ടുറങ്ങിപ്പോയി. കാരണം എയർപ്ലെയിനിൽ ഇരുന്നിട്ട് നമ്മൾ ഉറങ്ങുന്നില്ലല്ലോ. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നമ്മൾ അധികം ഉറങ്ങുന്നില്ലല്ലോ. അപ്പം ആ ഉറക്കത്തിന്റെ ഇതില് ഇന്നങ്ങ് ഉറങ്ങിപ്പോയി. 11 മണിയായപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം എന്നിട്ട് ഇപ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. 3 മണിക്ക് ലഞ്ച്, 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച്. മൊത്തത്തിൽ കുഴഞ്ഞ സംഭവമാണ്. നല്ല രസമാണ് കാണാൻ. ഹായ്, നല്ല രസം. എല്ലാരും നോക്കിയേ. ഉള്ള സ്ഥലം ക്യാമറയൊക്കെ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയണ പോലത്തെ ഇത്. ഇന്നലെ ഡോറിനെ വിശ്വസിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചു. അതോടെ എനിക്ക് ഡോറിനോട് ഫുഡിന്റെ അടുത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതോടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നെങ്കിൽ ഇഷ്ടമില്ല. നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു, കുറച്ച് ഡാൻസ് കളിച്ചു. കുറച്ച് ഡാൻസ് ഒരു ഡാൻസ് കളിച്ചു. പിന്നെ എന്താണ് എന്റെ കണ്ണാടി ഫുഡ് കഴിച്ചു. പിന്നെന്താ നല്ല ക്ലാസ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, അതായത് ഇതിന്റെ അറ്റത്ത് ഒരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി താഴെ വരുന്നത്. അല്ലാണ്ട് എങ്ങനെ വെള്ളം ഒഴുകാനോ അല്ലേ? ഡോറ ഫോട്ടോ എടുക്കാൻ പോണം ഗൈസ്. ഒരു ലോഡ് ഫോട്ടോ, ഒരു ലോഡ് വീഡിയോ ഒരു ലോഡൊന്നും ഒരു ഡാൻസ് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ വ്ളോഗ് ചെയ്യണം. അപ്പം ഫോട്ടോ, ക്യാമറ, അങ്ങനെ അതൊക്കെ ചെയ്യുന്ന സംഭവമൊക്കെ ഈ ഫോണിലായതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്ന വീഡിയോ. അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്ന വീഡിയോസ് ഒന്നും ഇതിനകത്ത് വരാത്തത്. അല്ലെങ്കിൽ അതൊക്കെ കാണിക്കായിരുന്നു. ഇവിടെ ഒരു അണ്ണേന്ന് പറഞ്ഞിട്ട് ഓരോ പോണ്ട്. ആർസിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഒയ്ക്കരാകിയാണ് ടാറ്റബൈ പറഞ്ഞ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യണേന്. അവിടെ കുറെ സ്ഥലമുണ്ട് കാണാൻ.
കുറേ സ്ഥലമുണ്ട് കാണാൻ. അത് ഫസ്റ്റ് നമ്മൾ കുറച്ച് അഡ്വഞ്ചർ കാണിച്ചില്ലേ, അത് ഇവിടെ തൊട്ടടുത്താണ്, എൻട്രൻസിന് തൊട്ടടുത്താണ്. അതിന് കുറച്ചും കൂടി ഉള്ളിലേക്ക് കുറേ നടക്കാനുള്ള എനർജി ഉണ്ടെങ്കിൽ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇന്ന് സൺഡേ ആണ്. സൺഡേ നല്ല വൈബ്. അവിടെ വാട്ടർഫോളൊക്കെ ഉണ്ട്, പിന്നെന്താ ട്രീ ഹൗസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നല്ല രസമുണ്ട് സ്ഥലം. നമ്മൾ കസാക്കിസ്ഥാനത്തെ ലൈൻ ബസ് എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ പോയി